ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിഷൻ സി ജി എൽ 2024 CGL CHSL 2024 ക്ലാസ് സീരീസിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഓൾറെഡി 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉള്ള 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് അതായത് ഈ ഒരു ലേറ്റസ്റ്റ് പാറ്റേണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന ഒരു സെക്ഷനും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ ഡിസോണസ്റ്റ് ഡീലർ. അപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിഷൻ CGL 24 അല്ലെങ്കിൽ CHSL 24 നിങ്ങൾ പ്ലേലിസ്റ്റ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓർഡറിൽ എന്ത് ചെയ്യുക, വീഡിയോസ് കണ്ടുവരിക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. കറക്റ്റായിട്ട് പഠിക്കുന്നവർക്ക് 100% റിസൾട്ടും നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിന്നും ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ എക്സാംസിനും സെപ്പറേറ്റ് എക്സാം വൈസ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ പറ്റിയ ലൈവ് ക്ലാസ്, അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, മെൻറ്റർ സപ്പോർട്ട്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CGLന് വേണ്ടിയുള്ള ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, CGLന് വേണ്ടി ബാച്ച് ഉണ്ട്. ഇതേപോലെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് തിരുവനന്തപുരം, കൊട്ടാരക്കര, കാലിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ട് സ്ട്രാറ്റജി വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും മോട്ടിവേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ക്ലാസ് ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്ത് അത് പഠിക്കാൻ നോക്കുക. നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുക. ഓക്കെ, മാക്സിമം ഡൗൺ ആയി പോവാതെ എന്ത് ചെയ്യാൻ നോക്കുക. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ജോലിയിൽ തന്നെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്കായിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തന്നതിനകത്ത് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടോ, ആൻസർ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് കണ്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ അല്ലാത്തവർ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കണ്ടിട്ട് തന്നെ ഈ ക്ലാസ്സിലോട്ട് വരാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. ഇഫ് ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ എ ബാഗ് വാസ് സോൾഡ് ഫോർ 20% profit, a quarter of the quantity of sugar in the bag was sold at a profit of 16%, and the remaining sugar in the bag was sold at a profit of 24%, and the total profit obtained by selling all the sugar in the bag was ₹90. What was the cost price of the entire quantity of sugar in the bag? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരുവാണെങ്കിൽ, ഇത് SSC CHSL 8 ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഈ ഒരു ഹോംവർക്കായിട്ട് തന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ക്വാണ്ടിറ്റി, അതേപോലെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 ആണ്. ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ ഫ്രാക്ഷൻ തന്നിരിക്കുന്ന വാല്യൂസ് 1/2, 1/4 ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രാക്ഷനിൽ തരുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്റർ 2ഉം 4ഉം, അതിൻ്റെ LCM എന്തായിട്ട് എടുക്കുക, ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഇതിനകത്ത് 4 യൂണിറ്റ് 4 പാർട്ടായിട്ടായിരുന്നു ഉള്ളതെന്ന് വെച്ചോ. ടോട്ടൽ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹാഫ്, 4ൻ്റെ ഹാഫ് എത്രയാണ്, 4ൻ്റെ പകുതി 2 യൂണിറ്റ് എന്താണ്, പ്രോഫിറ്റ് ഓഫ് 20%. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് സെയിം ആണ് എന്നുള്ള എല്ലാത്തിൻ്റെയും 4 പാർട്ട് എടുത്താൽ എല്ലാത്തിൻ്റെ കോസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, എന്താണ് വെയ്റ്റഡ് ആവറേജ്, എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് എത്രയാണ് പ്രോഫിറ്റ് അവിടെ വരുന്നത്, 2 യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് 20% പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ എഴുതുന്നത്, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് എഴുതുന്നത്. അപ്പോൾ അടുത്ത 20%, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ക്വാർട്ടർ ഓഫ് വിച്ച്. ഇപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്ര, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്വാർട്ടർ, 4ൻ്റെ 1/4. അപ്പോൾ 4 × 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1. ആ ഒരു യൂണിറ്റിന് എത്രയാണ് പറഞ്ഞേക്കുന്നത്,
16% പ്രോഫിറ്റാണ്, 16% പ്രോഫിറ്റാണ്. ഇനി റിമൈനിങ് എന്താണ്? ആൻഡ് ദ റിമൈനിങ് ഷുഗർ. ഇപ്പോൾ റിമൈനിങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിമൈനിങ് എന്ന് പറഞ്ഞാൽ 2 1 3 ടോട്ടൽ 4 റിമൈനിങ് എത്രയാണ്? ബാക്കി 1 അപ്പോൾ ഇതിനിങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യും. അത് എന്താ ചെയ്തേ? പ്രോഫിറ്റ് ഓഫ് 24%. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഓവറോൾ അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഓർ ലോസ്. നോക്കാം. എന്താ വെയ്റ്റഡ് ആവറേജ്? 20 × 2 അധികം 16 × 1 അധികം 24 × 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ബൈ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇത് എത്ര കിട്ടും? 20 × 2 40, 16 × 1 16, 40 16 56, 56 24. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് എല്ലാവരും ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം 40 16 56 24, 56 24 എത്രയാണ്? 60 80. അപ്പോൾ 80 ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് 2 + 1 + 1 എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് പഠിക്കണം എന്താണെന്ന് ഒക്കെ ഉള്ള കാര്യം. അപ്പോൾ 80/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 20%. അതായത് ഓവറോൾ പെർസെൻറ്റേജ് എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20%. പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താ? പോസിറ്റീവ് വന്നതുകൊണ്ട്. അപ്പം ഓവറോൾ ഇങ്ങനെ വിൽക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഓവറോൾ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാണ് 20%. അതായത് അതിൻ്റെ കോസ്റ്റ് എത്ര ആയിരുന്നു? ഇപ്പോൾ ഈ 4 യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര ആയിരുന്നോ അതിൻ്റെ 20% എന്ത് കിട്ടുന്നത്? ആ കോസ്റ്റിൻ്റെ 20%, ടോട്ടൽ കോസ്റ്റിൻ്റെ 20% എന്ത് കിട്ടുന്നത്? നമുക്ക് ലാഭം കിട്ടുന്നത്. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ബൈ സെല്ലിംഗ് ഓൾ ദ ഷുഗർ ഇൻ ദ ബാഗ് വാസ് 90. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ വാല്യൂ, അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 20%, ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ 20% നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അതാണ് തന്നിട്ടുള്ളത് എത്ര? 90 തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ എൻറ്റയർ ക്വാണ്ടിറ്റി. അതായത് 4 യൂണിറ്റ് ആണെങ്കിൽ ഈ 4 യൂണിറ്റിൻ്റെയും കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ 20% പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ആ കോസ്റ്റിൻ്റെ 100% നമുക്ക് വേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? ഇതുകൂടെ 5 90 × 5 450 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ മെത്തേഡാണ്. നിങ്ങൾ എങ്ങനത്തുള്ള മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുന്നു, എക്സും വൈ ഇട്ട് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് സമയം പോകും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൺസെപ്റ്റുകളും എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? കിട്ടിയായിരുന്നു 450. ഞാൻ ഹോംവർക്കായിട്ട് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 450 ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സെയിം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരാം. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഴുതി തന്ന ഫോമുലയാണ്. അപ്പം എന്താണ്? ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. സെയിം സെല്ലിംഗ് പ്രൈസ് ആണ് 2 സാധനം, എ എന്നും ബി എന്നും പറയുന്ന സാധനമുണ്ട്. എ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഡിഫറൻ്റ് ആണ്. സി പി എന്താണ്? ഡിഫറൻ്റ് ആണ്. സി പി സെയിം ആവുന്ന കേസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ സാധനം X% പ്രോഫിറ്റിലും രണ്ടാമത്തെ സാധനം Y% പ്രോഫിറ്റിലാണ് വിട്ടത്. പക്ഷേ എന്താണ് ഇവിടെ? സെല്ലിംഗ് പ്രൈസ് എന്താണ്? SP1 = SPA = SPB ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കണം. ആദ്യത്തെ സാധനം X% പ്രോഫിറ്റ്, രണ്ടാമത്തേത് Y% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കിട്ടുന്ന എന്തായിരിക്കണം? ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആയിരിക്കണം. ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര രൂപയാണ്? പൈസയിലാണെങ്കിൽ നമുക്ക് ഈ ഫോമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് പ്രയാസമായിരിക്കും. അത് കാൽക്കുലേഷൻ കൂടും. അതിന് വേറെ മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 × X + Y + 2XY ഡിവൈഡഡ് ബൈ 200 + X + Y. അപ്പോൾ ഇനി എന്താണ് ഈ സംഭവങ്ങളെന്നും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഈ സെയിം സെല്ലിംഗ് പ്രൈസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെയിം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെയിം സെല്ലിംഗ് പ്രൈസ്, സെയിം SP. ഓക്കെ, ഇപ്പോൾ സെയിം SP ഉള്ള 2 സാധനങ്ങൾ, സെല്ലിംഗ് പ്രൈസുള്ള 2 സാധനങ്ങൾ. ഇതിൻ്റെ ഇനി കൺസെപ്റ്റിലോട്ട് പോവാം. ഒരെണ്ണം 20% പ്രോഫിറ്റ്, രണ്ടാമത്തെ സാധനം 10% ലോസ്. അപ്പോൾ നേരത്തെ നമ്മൾ സെയിം കോസ്റ്റ് പ്രൈസിന് എടുത്ത് അതേ വാല്യൂസ് തന്നെയാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? സെയിം സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലേ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇത് ഫസ്റ്റ് സാധനമായിട്ട് 1 കൊടുത്തു, കോസ്റ്റ് പ്രൈസ് 1. ഇത് സെല്ലിംഗ് പ്രൈസ് 2 ബൈ കോസ്റ്റ് പ്രൈസ് 2. ഞാൻ ഇതിൻ്റെ റേഷ്യോ എഴുതുവാണ്. ഫസ്റ്റിന് എന്ത് വരും? 20% പ്രോഫിറ്റിന് വെക്കുകയാണെങ്കിൽ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20% 1/5 ആണ്. അത് 5 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 പ്രോഫിറ്റാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 വരും. ഇത് നമ്മൾ പഠിച്ചതാണ്. 10% ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
10% ലോസ് എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അതായത് 10 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ വിൽക്കുന്നത് എന്തായിരിക്കും? 1 നഷ്ടമാണ്. അതായത് 9 വിൽക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്നാണ് പറഞ്ഞത് അല്ലേ? സെല്ലിംഗ് പ്രൈസ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഫസ്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 6 യൂണിറ്റ് എന്ന് കിടക്കുന്നു. രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര എന്ന് കിടക്കുന്നു? 9 എന്ന് കിടക്കുന്നു. അത് പറ്റുമോ? അത് പറ്റത്തില്ല. സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? SP1 = SP2. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഇപ്പോൾ എന്ത് ചെയ്യണം? 6നെയും 9നെയും ഈക്വൽ ആക്കണം. അപ്പോൾ 6നെയും 9നെയും ഈക്വൽ ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 6നെയും 9നെയും 18 ആക്കിയാൽ പോരെ? 18 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 3 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഒരു വാല്യൂവിനെ ഒരു സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ മാത്രം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ എഫക്റ്റിനെ മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് മേളിലും താഴെ 3 അല്ല, ഇവിടെ 2 മതി 18 ആവാൻ വേണ്ടി. 9നെ 2 കൊണ്ട് വിളിച്ചാൽ മതി. മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? SP1/CP1 എന്ന് പറഞ്ഞത് 18/15 എന്ന് കിട്ടും. SP2/CP2 എന്ന് പറയുന്നത് 18/20 എന്ന് കിട്ടും. അപ്പോൾ എന്താ ഇവിടെയും SP1 18 ഇവിടെ എന്തായി? ഇവിടെയും 18 അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആക്കി. അപ്പോൾ അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 18ഉം ഇവിടുത്തെ 18 രണ്ടെണ്ണം വിൽക്കുമ്പോൾ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 18 + 18. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 36 എന്ന് കിട്ടും. കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടും? കോസ്റ്റ് പ്രൈസ് ആദ്യത്തേൻ്റെ 15 ആയിരുന്നെങ്കിൽ രണ്ടാമത്തേൻ്റെ 20 ആണ്. അപ്പം 35 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ്? 35 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ വിൽക്കുന്നത് 36-നാണ്. അപ്പോൾ ലാഭം വലിയ സംഭവിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് കുറവാണ്, കൂട്ടിയാണ് വിൽക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? ഇവിടെ 1 പ്രോഫിറ്റ്. എത്രയല്ലേ? 35. 1/35. 1/35 എന്ന് പറയുമ്പോൾ × 100 ചെയ്തിട്ട് പെർസെൻറ്റേജ് സിമ്പിൾ ഇടാം. അപ്പോൾ 100/35 എന്ന് പറയുമ്പോൾ എത്ര വരും? 35 2 70 ബാക്കി 30/35 എന്ന് വെച്ചാൽ 6/7. 6/7% എന്ന് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇതേ സാധനം തന്നെ നമ്മുടെ ഫോമുല വെച്ചൊന്നും ചെയ്യട്ടെ. ഫോമുല എന്താ പഠിച്ചത്? ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 × x + y. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 20 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്. വൈ എന്ന് പറഞ്ഞാൽ -10 ആണ്. അത് ശ്രദ്ധിച്ചോണം. ലോസ് ആകുമ്പോൾ എന്താണ്? മൈനസ് കൊടുക്കണം. അപ്പോൾ 100 × x + y 20 + -10 എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് 2xy പ്ലസ് 2 × 20 × -10. അപ്പോൾ എന്താ? മൈനസിങ് പുറത്ത് വരുമ്പോൾ ഇവിടെ മൈനസ് ആവും. 20 200 2 400. 400 / 200 + x + y 20 - 10. എത്ര കിട്ടും ഇത്? 1000 - 400 600. ഇത്രയും പെർസെൻറ്റേജ് 600 / 210. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 അല്ലല്ലോ. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 20 / 7 എന്ന് കിട്ടും. പറഞ്ഞാൽ എത്രയാണ്? ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2/6/7%. ഇവിടെ എന്ത് ചെയ്യാം? അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ പെർസെൻറ്റേജ്, ഓവറോൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിന് നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോമുല ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡും ഉണ്ട്. ഈ ഒരു മെത്തേഡും പഠിച്ചു വെക്കുക. മെത്തേഡ് 2 ഇതാണ്. മെത്തേഡ് 1. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെയൊക്കെ ഒരു ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് നോർമലായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളല്ല. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഫുള്ള് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചവരാണെന്ന് പറഞ്ഞാൽ പോലും ഇതൊന്നും എവിടെയും നിങ്ങൾ കണ്ടു കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളാണ്. എൻ്റെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ അത്ര ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം നിങ്ങൾ എന്ത് ചെയ്യുക? അത് അറിയാതെ പോകരുത്. അതിനെന്ത് ചെയ്യുക? ഡെയിലി എന്തായാലും നോട്ട് എഴുതി വെച്ച് പഠിക്കുക. നിങ്ങളുടെ എപ്പോഴും ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് കണ്ടവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പം ഈ ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഇന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു തവണയെങ്കിലും നിങ്ങൾ ആ മെത്തേഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ മെത്തേഡ് ആവില്ല. അതെപ്പോഴും നിങ്ങൾ അറിയാമെന്ന് മാത്രമേ ആവത്തുള്ളൂ. നിങ്ങളത് യൂസ് ചെയ്യണം. അതിനുവേണ്ടി റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകളും കാണണം. അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായി. നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആവുന്ന പരിപാടി മനസ്സിലായി. അതേപോലെ ഇക്വേഷൻ വെച്ചുള്ള സംഭവം മനസ്സിലായി. ആ ഇക്വേഷൻ എഴുതി പഠിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടത്. പഠിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി പക്ഷെ 3 വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം? അതായത് സെയിം സെല്ലിംഗ് പ്രൈസിൻ്റെ കേസാണ്. സെയിം സെല്ലിംഗ് പ്രൈസിന് 3 സാധനങ്ങളുണ്ട്. ഫസ്റ്റ് സാധനം 25% പ്രോഫിറ്റിന് വിൽക്കുന്നു. അടുത്ത സാധനം 33 1/3% ലോസിന് വിൽക്കുന്നു. അടുത്ത സാധനം 20% പ്രോഫിറ്റിന് വിൽക്കുന്നു.
എല്ലാത്തിൻ്റെ എന്താണ് എസ് പി സെയിം ആണ്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഫൈൻഡ് ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇക്വേഷൻ രണ്ട് സാധനങ്ങൾക്കാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ മെത്തേഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ്. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 1/4 ആണ്. കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ എത്രയാണ് വെക്കുന്നത്, 5-നാണ് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ക്ലാസ് കണ്ട് ആ ഒരു ലെവലിലോട്ട് എത്തുക. എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 33 1/3% ലോസ് എന്ന് പറഞ്ഞാൽ 1/3 ആണ് ലോസ്. അതായത് 3 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 2-നാണ് വിൽക്കുന്നത്. 1 ലോസ് ആണ്, 2-നാണ് വിൽക്കുന്നത്. ഇത് സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അതായത് 5 ആണെങ്കിൽ എത്രയാണ് വിൽക്കുന്നത്, 6-നാണ് വിൽക്കുന്നത്. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം, നമ്മളടുത്ത് പറഞ്ഞിരിക്കുക ഇവന്മാരുടെ എല്ലാം എന്ത് സെയിം ആണെന്ന്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന്. പക്ഷെ ഇവിടെ 5 കിടക്കുന്നു, ഇവിടെ 2 കിടക്കുന്നു, ഇവിടെ 6 കിടക്കുന്നു. അത് പറ്റുമോ, ഇല്ല. എല്ലാം എന്ത് ചെയ്യണം, സെയിം ആക്കണം. സെയിം 5-ൻ്റെയും 2-ൻ്റെയും 6-ൻ്റെയും LCM ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്, 30 ആക്കാം. എല്ലാത്തിനും 30 ആക്കാം. 30 ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 6 കൊണ്ട് മേളിൽ താഴെ ഗുണിക്കണം, ഇവിടെ 15 കൊണ്ട് ഗുണിക്കണം. 30 ആക്കാൻ വേണ്ടി മേളിൽ ഗുണിച്ച് കഴിഞ്ഞാൽ താഴെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കാം. ഫ്രാക്ഷന് ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30/24 ഇവിടെ, 30/45 ഇവിടെ, 30/25 ഇവിടെ. ഇതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓവറോൾ കണ്ടുപിടിച്ചൂടെ. ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്, 30 30 30 90 സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്ര ഓവറോൾ വരുന്നത്, 24 45 69 89 94 വരും. 94 90 സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 94. അപ്പോൾ അവിടെ എന്താ നഷ്ടമല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ലോസ് ആണ്. ലോസ് പെർസെൻറ്റേജ് എത്രയാണ്, 4 ലോസ് വരുന്നത്. എത്രല്ലേ, 94. 4/94 എന്ന് പറയുമ്പം 2/47, അതായത് 200/47%. 200/47% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് 3 എണ്ണം വന്നാലും 4 എണ്ണം വന്നാലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 2 എണ്ണം വരുവാണെങ്കിൽ ഓപ്ഷനോട് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇക്വേഷൻ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഈ സെയിം SP എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് സ്പെഷ്യൽ കേസ് ഉണ്ട് ഇതിൽ തന്നെ. ഈ സെയിം സെല്ലിംഗ് പ്രൈസിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ കേസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. സ്പെഷ്യൽ കേസ് 1. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇഫ്, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇഫ് സെല്ലിംഗ് പ്രൈസ് SP ഓഫ് 2 articles is same, one sold at X% profit and other sold at X% loss, then അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, എപ്പോഴും ഓൾവേസ് ഇറ്റ് വിൽ ബി ലോസ്. ദെൻ ഓൾവേസ് ഇറ്റ് വിൽ ബി ലോസ് ആയിരിക്കും. ആ ലോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ലോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -x²/100 ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. അതായത് ഒരു സ്പെഷ്യൽ കേസ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആവണം, അത് ശ്രദ്ധിച്ചോണം. കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ ആവറേജ് എടുത്താൽ മതി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ, 2 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ, ഒരെണ്ണം X% പ്രോഫിറ്റിനും ഒരെണ്ണം X% ലോസിനുമാണ് വിൽക്കുന്നതെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, അവിടെ ലോസ് ആയിരിക്കും. ആ ലോസ് എന്ന് പറഞ്ഞാൽ -x²/100% ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സെയിം SP ആണ്, സെയിം സെല്ലിംഗ് പ്രൈസ് ആണ്, ഒരെണ്ണം 20% പ്രോഫിറ്റിനും വേറൊരെണ്ണം 20% ലോസിനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓവറോൾ ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത് 20²/100. അതായത് മൈനസ് ഇടുന്നത് ലോസിനെ കാണിക്കണം. -20² 400/100 എത്ര ആയിരിക്കും, 4% എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഇത്രയും ലോസ് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് 2-ലൊന്ന് ചെയ്യട്ടെ. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/5 ആണ്. 6 5 കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ 6-നാണ് വിൽക്കുന്നത്. രണ്ടാമത്തെ കേസ് 20% ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5-ൻ്റെ സാധനം 4-നാണ് വിൽക്കുന്നത്. അപ്പം 6-നെയും 4-നെയും ഈക്വൽ ആക്കണം. 4-നെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. കാര്യം സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 12, ഇവിടെ 12. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 12 12 24. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ത് വരും, 10 15 25 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ, കോസ്റ്റ് പ്രൈസ് 25, സെല്ലിംഗ് പ്രൈസ് 24. അപ്പോൾ നമ്മുടെ ലോസ് ആണ്, ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/25 എന്ന് പറഞ്ഞാൽ എത്ര വരും, 4% എന്താണ് വരുന്നത്, ലോസ് ആണ് വരുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ലോസ് പെർസെൻറ്റേജ് ഇവിടുന്ന് ചെയ്യാം.
ഓക്കെ, ഇത് നമ്മുടെ a+b+ab/100 അല്ല, അത് യാദർച്ഛികമായിട്ട് വന്നതാണ് -x²/100. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ഇനി നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു സ്പെഷ്യൽ കേസായിട്ട് പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എഴുതാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാം. A person purchases two mobile at 999 rupees. Okay, he sold first mobile at 20% profit. First mobile 20% profit and second at 40% loss. If selling price of both the mobiles are same, selling price same ആണെങ്കിൽ, then what is the cost price of the mobile sold at, which is sold at profit. അപ്പോൾ പ്രോഫിറ്റിൽ വിറ്റ മൊബൈലിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ഒരു പേഴ്സൺ രണ്ട് മൊബൈൽ, ഇപ്പോൾ രണ്ട് മൊബൈലിനും കൂടായ പൈസയാണ് എന്ത് 999 രൂപ എന്ന് പറയുന്നത്. ഓരോന്നിനും 999 രൂപ എന്നല്ല തന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻറ്റ് കോസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് എണ്ണം എന്താണ്, 20% പ്രോഫിറ്റിനാണ് വിറ്റത്. രണ്ടാമത്തെ സ്ഥാനം എന്താണ്, 40% ലോസിനാണ് വിറ്റത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മൊബൈലിൻ്റെ കോസ്റ്റ് പ്രൈസിനെ 1 എന്ന് കൊടുക്കുന്നു, സെക്കൻഡ് മൊബൈലിൻ്റെ കോസ്റ്റ് പ്രൈസിനെ 2 എന്ന് കൊടുക്കും. 1 2 ഉണ്ട്, എയും ബി എന്നും കൊടുക്കാം. ഫസ്റ്റ് മൊബൈൽ എ കമ്പനിയുടെ മൊബൈലും സെക്കൻഡ് മൊബൈൽ ബി കമ്പനിയുടെ മൊബൈൽ. അപ്പോൾ എയും ബിയും ആണ് എന്ത്, ഫസ്റ്റ് മൊബൈലിൻ്റെ കോസ്റ്റ് പ്രൈസ് എയും സെക്കൻഡ് മൊബൈലിൻ്റെ കോസ്റ്റ് പ്രൈസ് ബിയും ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് കണ്ടീഷൻ എന്താ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ദ മൊബൈൽസ് ആർ സെയിം. സെല്ലിംഗ് പ്രൈസ് എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുവാണ്, സെയിം. അപ്പോൾ ഈ കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ഇക്വേഷനിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ഫസ്റ്റ് സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എ ആണെങ്കിൽ അത് വിറ്റപ്പോൾ 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ, 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ ആ മൊബൈലിൻ്റെ ഫസ്റ്റ് മൊബൈലിൻ്റെ കോസ്റ്റിൻ്റെ 120% ആയിരിക്കും കിട്ടിയത്. അതാണ് നമ്മൾ ഇത്രയും നേരം പഠിക്കുന്നത്. 20% പ്രോഫിറ്റാണ് കിട്ടുന്നത് എന്ന് പറയുവാണെങ്കിൽ, ആ മൊബൈൽ വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എന്ന് പറയണമെങ്കിൽ, അപ്പോൾ വിറ്റ പൈസ എത്ര ആയിരിക്കും, സെല്ലിംഗ് പ്രൈസിനെ ഈക്വൽ ആക്കുന്നത്, SP = SP, SPA = SPB ആക്കുവാണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, വിൽക്കുന്ന പൈസ എത്ര ആയിരിക്കും, എ ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ എയുടെ 120% വിൽക്കുന്നത്. ഇത് തന്നെയാണ് സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ബിയുടെ എത്ര പെർസെൻറ്റേജ്, 40% ലോസ് ആണ്. എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസ്, ബിയുടെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ 60% വിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ സെല്ലിംഗ് പ്രൈസിനെ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് എന്താ ഗുണം, ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം, A/B നമുക്ക് കിട്ടും. A/B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 60 ഇതൂടെ 1/2 ആണ്, 1/2 എന്ന് കിട്ടും. അതായത് എ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് മൊബൈൽ, ബി എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് മൊബൈൽ. അപ്പോൾ എ 1 യൂണിറ്റ് ആണെങ്കിൽ ബി 2 യൂണിറ്റ് ആണ്. അപ്പോൾ എ 1 യൂണിറ്റ് ആണ് വാല്യൂ എങ്കിൽ, എ 1 യൂണിറ്റ് ആണ് എയുടെ വാല്യൂ എങ്കിൽ ബി എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, 3 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ 3 യൂണിറ്റ് പൈസയാണ്. ഈ ടോട്ടൽ 3 യൂണിറ്റ് ആയിരുന്നു വരേണ്ടത്. അതിന് പകരം ക്വസ്റ്റിന് എത്ര തന്നിരിക്കുന്നത്, 999. എക്കും ബിക്കും കൂടെ ചിലവായ പൈസ, കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ വാല്യൂ കൊണ്ട് തന്നിരിക്കുന്നത് 999 രൂപ. നമുക്ക് എന്താ വേണ്ടുന്നത്, വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മൊബൈൽ സോൾഡ് അറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ വിറ്റ ആരാണ്, എ ആണോ ബി ആണോ, ഫസ്റ്റ് സ്ഥാനത്തെ അല്ലേ, എ അല്ലേ, ഫസ്റ്റ് മൊബൈലിനല്ലേ പ്രോഫിറ്റിന് വിറ്റ. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് എത്രയാണ്, 1 യൂണിറ്റ് ആണ്. നമ്മളിത് പ്രൈസിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന്. അപ്പം 3ൻ്റെ വാല്യൂ 999, നമുക്ക് എന്തിൻ്റെ വേണ്ടുന്നത്, 1ൻ്റെ വാല്യൂ. 999/3 എന്ന് പറയുമ്പോൾ 333 രൂപ. 333 രൂപയാണ് എന്തായത്, ആദ്യത്തെ സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് മാത്രം വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് പഠിക്കാം. ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കാര്യം പഠിക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഡിസോണസ്റ്റ് ഡീലർ ഒന്ന് നോക്കിയാലോ. ഡിസോണസ്റ്റ് ഡീലർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥലത്തോട്ട് വരാം. ഡിസോണസ്റ്റ് ഡീലർ
നോക്കിയിട്ട്. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ ഡിസോണസ്റ്റ് ഡീലർ. ഇപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ ഓൾറെഡി ഞാൻ CGL 2023 പ്ലേലിസ്റ്റിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. ഓക്കെ, ഡിസോണസ്റ്റ് ഡീലറിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ എന്താ ചെയ്യുന്നത്? ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വഴി പഠിക്കാം. അതായത് ചീറ്റ് ചെയ്യുകയാണ്. ചീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോവുകയാണ്, ഒരു കള്ളനായ ഒരു ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് 1 കിലോ അരി വേണം. ഓക്കെ, 1 കിലോ അരി വേണം. അപ്പോൾ അയാൾ പ്രോഫിറ്റ് ഒന്നും നോക്കുന്നില്ല. 1 കിലോ അരി വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ, 900 ഗ്രാമേ എനിക്ക് തൂക്കി തരത്തുള്ളൂ. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1000 ഗ്രാം തരാതെ എന്ത് ചെയ്യും, 900 ഗ്രാമേ എനിക്ക് തരത്തുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ആ 100 ഗ്രാമിൻ്റെ പൈസ അയാൾ എക്സ്ട്രാ വാങ്ങുന്നു. അതായത് 100 ഗ്രാമിൻ്റെ പൈസ അയാൾ എക്സ്ട്രാ വാങ്ങുന്നു. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് എത്രയേ പോയുള്ളൂ, 900 ഗ്രാമിൻ്റെ പൈസയേ പോയുള്ളൂ. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ സാധാരണയായിട്ട് നമ്മുടെ SSC എക്സാംസിന് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് ചോദിക്കുന്ന ഡിസോണസ്റ്റ് ഡീലറിൽ 2 ടൈപ്പുള്ള ചീറ്റിംഗ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അയാൾ വിൽക്കുന്ന സമയത്ത്, അതായത് ഇങ്ങനെ ഇതേപോലെ ക്വാളിറ്റി വെയിറ്റ് വെച്ചിട്ട്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ ഹോൾസെയിലറിൻ്റെ നിന്ന് വാങ്ങുന്ന സമയത്ത്, അതായത് ആ കടക്കാരൻ ഈ സാധനം എടുത്തുകൊണ്ട് വരുമല്ലോ ആ സമയത്ത്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഒരു ക്വസ്റ്റിനകത്ത് SSCയും നമ്മുടെ ആൻസർ കീയും തമ്മിൽ കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ അത് ഇന്ന് ഞാൻ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് അത് ചെയ്യുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേറെ രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഡിസോണസ്റ്റ് ഡീലർ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് കൺസെപ്റ്റ് അറിയാവുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കേ, ഇഫ് ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ കമ്മിറ്റ്സ് ടു സെൽ സ്വീറ്റ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല, ഞാൻ കറക്റ്റായിട്ടാണ് വിൽക്കുന്നതെന്ന്. പക്ഷേ എന്താ ചെയ്യുന്നത്, യൂസ് എ ഫോൾസ് വെയിറ്റ് ഓഫ് 900 grams ഇൻസ്റ്റെഡ് ഓഫ് 1 kg. ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം, 1000 ഗ്രാമാണ് അല്ലെങ്കിൽ 1 കിലോയാണ് ചോദിക്കുന്നതെങ്കിൽ അയാൾ 900 ഗ്രാമേ എന്ത് ചെയ്തുള്ളൂ, കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് അയാൾക്ക് എന്തുണ്ടാകുന്നത്, ലാഭം ഉണ്ടാകുന്നത്. അപ്പം ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇൻ ഫോൾസ് ട്രാൻസാക്ഷൻ. അതായത് കോസ്റ്റ് പ്രൈസിൽ വിൽക്കുമെന്ന് പറഞ്ഞാൽ 1 കിലോ ചോദിച്ചാൽ 1000 രൂപയുടെ അരി 1000 ഗ്രാമിൻ്റെ സാധനമാണ് കൊടുക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 1000 ഗ്രാമിൻ്റെ പൈസ അയാൾ വാങ്ങുന്നത്. പക്ഷേ അയാൾക്ക് കോസ്റ്റ് പ്രൈസ് എത്രയേ ആവത്തുള്ളൂ, കോസ്റ്റ് പ്രൈസ് അയാൾക്ക് ഒറിജിനലായിട്ട് 900 ആവത്തുള്ളൂ. ഇത്രയും എന്താണ്, 100ൻ്റെ ലാഭമാണ്. അപ്പോൾ ഇങ്ങനൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഇങ്ങനൊന്നും, ഇതൊക്കെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ അയാളുടെ കയ്യിൽ നിന്നും പോയത്, അതായത് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കുക, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എഴുതുക. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പോയ പൈസ കറക്റ്റ് കോസ്റ്റ് പ്രൈസ് ആവണമെന്നില്ല, കയ്യിൽ നിന്ന് എത്ര ചിലവായത്, 900 ഗ്രാമാണ് തൂക്കിയത്. അതായത് അയാളുടെ കയ്യിൽ നിന്ന് ചിലവായത് 900 ഗ്രാമിൻ്റെ പൈസ അല്ലെങ്കിൽ 900 ഗ്രാമിൻ്റെ അരിയുടെ പൈസ. പക്ഷേ അയാൾക്ക് കിട്ടിയത് എത്രയാണ്, അയാൾ വാങ്ങുന്നത് 1000 ഗ്രാം. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടി. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് റേഷ്യോ കണ്ടുപിടിക്കാം, 2 പോയി 9 കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ കിട്ടുന്നത് എത്രയാണ്, 10. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്, 1 പ്രോഫിറ്റ്. എത്രയിൽ, 9. 1/9 എന്ന് പറഞ്ഞാൽ 1/9%. അപ്പോൾ ഇത്രയായിരിക്കും എന്താ അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റിനും എത്ര വലിയ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ കമ്മിറ്റ്സ് ടു സെൽ സ്വീറ്റ്സ് അറ്റ് 10% പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. അപ്പോൾ ഓൾറെഡി അയാൾ എന്താ ചെയ്യുന്നത്, 10% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടുന്നുണ്ട്. അത് 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1/10 ആണ് അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ അയാൾക്ക് 1 രൂപയുടെ ലാഭം കിട്ടി, അയാൾ 11 രൂപയ്ക്കാണ് ഓൾറെഡി വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഈ വെയിറ്റിലൂടെ ഉടായ്പ കാണിക്കുന്നത്. ബട്ട് ഹീ യൂസസ് എ ഫോൾസ് വെയിറ്റ് ഓഫ് 800 grams ഇൻസ്റ്റെഡ് ഓഫ് 1 kilogram. അതായത് 800 ഗ്രാമാണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷേ വാങ്ങാൻ വരുന്ന ആൾ എത്ര കൊടുക്കും, 1000 ഗ്രാമിൻ്റെ പൈസ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇത് രണ്ടിൻ്റെ കൂടെ എഫക്റ്റ് ആണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുന്നത്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തത്. കോസ്റ്റ് പ്രൈസ് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ടോട്ടൽ, സെല്ലിംഗ് പ്രൈസ് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ടോട്ടൽ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ മതി. കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടിയാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 0 കളയാം. 800ൻ്റെ 2 0 ഉണ്ട്, ഇവിടുത്തെ 2 0 ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളഞ്ഞ് ലാസ്റ്റ് റേഷ്യോ എഴുതിയാൽ മതി. പെർസെൻറ്റേജ് ആയതുകൊണ്ട് റേഷ്യോ എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 8 കിട്ടും, ഇവിടെ 11 കിട്ടും. അതായത് അയാളുടെ കയ്യിൽ നിന്നും 8 രൂപയാണ് ചിലവാകുന്നത്, 8 യൂണിറ്റ് പൈസയാണ് ചിലവാകുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്, 11 യൂണിറ്റാണ്. അപ്പോൾ എത്രയാണ് ലാഭം കിട്ടുന്നത്,
3 ലാഭമാണ് എത്രയില്ലേ കോസ്റ്റ് പ്രൈസിൽ 8. 3/8 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള എത്രയാണ് പെർസെൻറ്റേജ് വാല്യൂ 37.5%. ഇതൊക്കെ 1/8 എന്ന് പറഞ്ഞാൽ 12.5%. ഇതൊക്കെ പെർസെൻറ്റേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ആണല്ലോ, എങ്ങനെ എളുപ്പമില്ല ഇത്. ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ commits to sell seeds at cost price but uses a false weight instead of 1 kilogram. Then he gains 25% profit. Find out the false weight in all transaction. അതായത് അയാൾ എത്രയാണ് കള്ളമായിട്ട് തൂക്കി കൊടുത്തത്, 1 കിലോയ്ക്ക് പകരം അയാൾ എത്രയാണ് കൊടുക്കുന്നത്, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയ എത്ര രൂപയാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്, അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇത് 4 അയാളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതെങ്കിൽ 5 എന്ത് ചെയ്യുന്നത്, അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ എന്താണ്, കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. അപ്പോൾ ആ SSC CGL 2023 പ്ലേലിസ്റ്റ് എടുക്കണം. എന്നിട്ട് അതിൽ ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് 10-17 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇതിന് പുറത്തോട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ 4 ചിലവാകുന്നെങ്കിൽ 5 കിട്ടിയാലേ അയാൾക്ക് 25% പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അയാൾ കോസ്റ്റ് പ്രൈസിലൊന്നും കള്ളത്തരം കാണിക്കുന്നില്ല. കള്ളത്തരം എവിടെ കാണിക്കുന്നത്? ഫാൾസ് വെയിറ്റ്, കള്ള വെയിറ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതായത് അയാൾക്ക് കിട്ടുന്ന ഈ 5 എന്ന് പറഞ്ഞാൽ എത്രൻ്റെയാണ്? 1000 ഗ്രാമിൻ്റെ. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1000 ഗ്രാമാണ്. അപ്പോൾ 5 കറസ്പോണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 5 വന്നത്? 1000 ഗ്രാമാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ 4 പൈസ അയാൾക്ക് ആയുള്ളൂ. അപ്പോൾ 5 വാല്യൂ 1000 ആണെങ്കിൽ എത്ര 200 കൊണ്ട് വെച്ചിരുന്നത്. അപ്പോൾ 4 വാല്യൂ എത്ര വരും? 800 വരും. 800 ഗ്രാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 800 ഗ്രാമാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കൊടുക്കുന്നത്. 800 ഗ്രാമാണ് അയാൾ വാങ്ങാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. വേറൊരു മെത്തേഡ് പറഞ്ഞ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ SP/CP എന്ന് പറഞ്ഞാൽ 5/4 വരുന്നത്. 5 പകരം 1000 ആണ് ഇവിടെ എക്സ് അല്ലെങ്കിൽ കൊടുക്കുന്നത്. എത്ര കിട്ടും ഇതിൻ്റെ വാല്യൂ? 800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ 800 1000 ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 4:5, അതായത് 1/4 25% ആണ് പ്രോഫിറ്റ് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു നല്ല ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക. ഇതും നിങ്ങൾ ചെയ്യുക. നമ്മുടെ മെത്തേഡ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. എ കറപ്റ്റ് റൈസ് വെൻഡർ യൂസസ് എ വെയിറ്റ് ഓഫ് 1200 grams ഇൻസ്റ്റെഡ് ഓഫ് 1 kilogram വൈൽ ബൈയിങ് ദ റൈസ്. അതായത് അയാൾ വാങ്ങുന്ന സമയത്ത് എന്താണ്, 1200 grams ആണ് വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1 കിലോഗ്രാമിൻ്റെ പൈസ അയാൾ കൊടുക്കത്തുള്ളൂ. അത് 1 കിലോഗ്രാം ആണ് അയാൾ വാങ്ങുന്നത്, കടക്കാരൻ. പക്ഷേ 1200 വെയിറ്റ് എടുക്കുന്നത്. അതായത് അയാളുടെ കയ്യിൽ എത്ര കിട്ടും? 1200 ഗ്രാമിൻ്റെ സാധനം കിട്ടും. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോകത്തുള്ളൂ? 1 കിലോ, അതായത് 1000 ഗ്രാമിൻ്റെ പൈസ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുന്നത്? ലെഫ്റ്റ് സൈഡിൽ കോസ്റ്റ് പ്രൈസ്, റൈറ്റ് സൈഡിൽ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസ. അതായത് 1000 ഗ്രാമിൻ്റെ പൈസയാണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അയാൾക്ക് എത്ര കിട്ടും? അയാൾക്ക് ഇത് കിട്ടുന്നത് SP എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് കിട്ടുന്നതാണ് കേട്ടോ, കിട്ടുന്നതാണ്. 1200ൻ്റെ സാധനം അയാളിലേക്ക് കിട്ടും. ഗ്രാം എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതി. അടുത്തത്, ആൻഡ് യൂസസ് എ വെയിറ്റ് ഓഫ് 900 gram ഇൻസ്റ്റെഡ് ഓഫ് 1 kilogram. അതായത് 900 ഗ്രാമേ അയാളുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. പക്ഷേ 1 കിലോഗ്രാമാണ് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ 1000 ഗ്രാമിൻ്റെ പൈസ കിട്ടും. ഹി ആൾസോ ആഡ്സ് 5 kilogram ഓഫ് വൈറ്റ് സ്റ്റോൺസ് പെർ 100 kilogram ഓഫ് റൈസ് ടു ഗെറ്റ് മോർ മണി. അതായത് 100 കിലോ അയാളുടെ കയ്യിൽ നിന്ന് ആയെങ്കിൽ 5 കിലോ കൂടെ എന്ത് ചെയ്യും? കല്ല് വരിയിടും. അപ്പം 105 രൂപയുടെ 100ൻ്റെ സാധനത്തിന് അയാൾക്ക് 105 രൂപയുടെ പൈസ കിട്ടും. 100 രൂപ അയാളുടെ കയ്യിൽ നിന്ന് ആവത്തുള്ളൂ. 100 രൂപ അല്ലെങ്കിൽ 100 കിലോയുടെ പൈസ ആവത്തുള്ളൂ. ലാസ്റ്റ് എന്താണ്? ഇഫ് ഹി ഗീവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കൗണ്ട് എന്താണെന്നും അതിൻ്റെ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ബന്ധവും എല്ലാം പഠിക്കാം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കടക്കാരൻ ഇപ്പം 10 രൂപ ഡിസ്കൗണ്ട് 10% എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം അയാൾ എത്ര രൂപ കൊടുക്കും? 10% കുറച്ച് 90 രൂപയ്ക്ക് കൊടുക്കും. അവിടെ എന്താണ് നഷ്ടമാണ് സംഭവിക്കുന്നത്. അതായത് അയാളുടെ കയ്യിൽ നിന്നും 100 രൂപ പോയാൽ അയാൾ എത്ര രൂപയ്ക്ക് അത് കൊടുക്കുന്നത്? 90 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് 90 ആയിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നഷ്ടമാണ് വരുന്നത്. കോസ്റ്റ് പ്രൈസ് ഓൺ കോസ്റ്റ് പ്രൈസ്. ദെൻ ഹൗ മച്ച് പ്രോഫിറ്റ് ഡിഡ് ഹി മേക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ഇവിടെ, ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ഇവിടെ. ഇതായിരിക്കും ഫൈനൽ CPയും SP തമ്മിലുള്ള റേഷ്യോ. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് മതി? റേഷ്യോ മതി. കോമൺ ആയിട്ടുള്ള വെട്ടിക്കളെ. ഇവിടെ ഒരു 1000 ഉണ്ട്, ഇവിടെ ഒരു 1000 ഉണ്ട്. പിന്നെ എന്തൊരു കോമൺ ആയിട്ട്? ഇവിടെ 100 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 90 ഉണ്ട്, ഇവിടെ എന്തായി? 10 വേറെ എന്തുണ്ട് കോമൺ? വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. ഇവിടെ ഒരു 5 എടുത്തിട്ട് ഇവിടെ 21 ഇവിടെ ഒരു 2 എടുത്തിട്ട് ഇവിടെ 6 അതായത് 100ൻ്റെ സാധനം 126. 100 അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ 126 അയാൾക്ക് കിട്ടും. എത്ര പെർസെൻറ്റേജ് ആണ് ലാഭം വരുന്നത്? കോസ്റ്റ് പ്രൈസ് 100ഉം
സെല്ലിംഗ് പ്രൈസ് 126. ഇതാണ് 26/100. 100 26 ആയതുകൊണ്ട് 26% എന്താവും അയാൾക്ക് ലാഭം കിട്ടും. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റിനും ഈ മെത്തേഡിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ഇനി ബാക്കി എന്ത് ചെയ്യണം, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എക്സാമ്പിൾ എ ഡിസോണസ്റ്റ് ഡീലർ cheats both to his wholesaler എന്ന് പറഞ്ഞാൽ എന്താ, അയാൾ സാധനം വാങ്ങുന്ന ആൾ ഹോൾസെയിലർ ആസ് വെൽ ആസ് ഹിസ് കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തും ചീറ്റ് ചെയ്യുന്നു, അതേപോലെ ഹോൾസെയിലറിൻ്റെ അടുത്തും ചീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കേസ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ 2 കേസുണ്ട്. SSC ക്വസ്റ്റ്യൻസ് തെറ്റിക്കാറുള്ള ഒരു കേസുണ്ട്. ഹി യൂസസ് 20% more weight while purchasing and 20% less weight, faulty weight, less weight while selling. അതാണ് ഫസ്റ്റ് കേസ്. അതായത് 2 സ്ഥലത്തും എന്ത് ചെയ്യണം, കള്ളത്തരം കാണിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് SSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ചീറ്റ്സ് both to wholesaler and സെയിലർ അല്ല, ഹോൾസെയിലർ ആണ്. ഹോൾസെയിലർ ആസ് വെൽ ആസ്. ഹി ചീറ്റ്സ് both to wholesaler and as well as customer by 20% by using faulty weight. അപ്പോൾ ഇത് രണ്ടിനും 2 ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് SSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് കുറേ കോൺട്രവേഴ്സി ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്ക്, 20% മോർ വെയിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ, അതായത് 100 കയ്യിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ 120 രൂപയുടെ സാധനം കിട്ടും. 20% ലെസ് വെയിറ്റ് വൈൽ സെല്ലിങ്, അതായത് 20% ലെസ് എന്ന് പറഞ്ഞാൽ 100ൻ്റെ സാധനം 20% കുറച്ച് 80-നായിരിക്കും. 80ൻ്റെ സാധനമായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്, 100-ന് കൊടുക്കുന്നത്. അതായത് 80ആണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷേ എത്രൻ്റെ സാധനം മേടിക്കും, 100ൻ്റെ സാധനം മേടിക്കും. ഇപ്പോൾ എന്ത് കിട്ടും, റേഷ്യോ ഇത് രണ്ടും പോയി 80 120. കോമൺ ആയിട്ടുള്ളത് 40 2 3. അതായത് എന്ത് കിട്ടും, 2 2/3. ഇതാണ് കോസ്റ്റ് പ്രൈസിൻ്റെയും കയ്യിൽ നിന്ന് പോകുന്നതും ഒക്കെ കിട്ടുന്നത്. എത്ര കിട്ടും, 1/2. 1/2 എന്ന് പറഞ്ഞാൽ 50% എന്താണ് ഇവിടെ ലാഭമാണ്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇവിടെ വരുമ്പോൾ എന്താവും, ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യമേ ഇവിടെ സക്സസീവാണ് ചെയ്യേണ്ടത്. അതായത് 20 + 20 × 20/100 എന്ന് പറഞ്ഞാൽ 44% ആണ് ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ സക്സസീവ് കേസാണ്. അതായത് ആദ്യം 100 രൂപയുടെ സാധനത്തിൽ ചീറ്റ് ചെയ്തിട്ട് അതിന് 20% ലാഭം 120 കിട്ടി. ഈ 120ൻ്റെ സാധനം എടുത്തിട്ട് പിന്നെയും ചീറ്റ് ചെയ്തു. അങ്ങനെ ഇതിൻ്റെ 20%. ഇതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 24. അങ്ങനെ 144. അപ്പോൾ 100ൻ്റെ സാധനം എന്തായി, 144. അങ്ങനെ 44% ലാഭം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദിച്ചെങ്കിൽ ഹി ചീറ്റ്സ് ബോത്ത് ടു ഹോൾസെയിലർ ആസ് വെൽ ആസ് കസ്റ്റമർ ബൈ 20%. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സക്സസീവ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ മോർ വെയിറ്റ് ലെസ് വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച അതേ മെത്തേഡ്. അപ്പോൾ ഇത് മാത്രം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ. ഇപ്പം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CGL 2023 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലുള്ള ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്ലാസ് എന്ത് ചെയ്യാം, മസ്റ്റായിട്ടും കാണും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് ചേഞ്ച് ഇൻ CP ആൻഡ് SP. ഓക്കെ. ആ 2 ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് അതുകൂടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതായിരിക്കും എളുപ്പം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പേഴ്സൺ
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സൺ സെൽസ് ആൻ ആർട്ടിക്കിൾ ഫോർ എ ലോസ് ഓഫ് 18% if the increase in selling price is rupees 144 and decreases the cost price by 30%, then there is a profit of 20%. What is the original selling price? What is the original selling price? Original selling price ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ വഴി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 50 68, ഓപ്ഷൻ ബി ഉണ്ട് 60 36, ഓപ്ഷൻ സി ഉണ്ട് 59 04, ഓപ്ഷൻ ഡി ഉണ്ട് 61 24. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരാൾ ലോസ് ഓഫ് 18% വിൽക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ 100 രൂപയാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ 18% ലോസിനാണ് വിൽക്കുന്നത്. ഇത് കോസ്റ്റ് പ്രൈസും ഇത് സെല്ലിംഗ് പ്രൈസ്. 100 ആണെങ്കിൽ 18% ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 82-നാണ് അയാൾ വിൽക്കുന്നത്. ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നത്? ഇഫ് ദ ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഈസ് 144. അപ്പോൾ ഇങ്ങനെയുള്ള ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ 182 അസ്യൂം ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇൻക്രീസ് ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ഇപ്പോഴേ എടുക്കരുത്, ലാസ്റ്റ് എടുക്കാവും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഡിക്രീസസ് കോസ്റ്റ് പ്രൈസ് ബൈ 30%. അപ്പോൾ 30% എന്ത് ചെയ്യാണ്? കോസ്റ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യാണ്. കോസ്റ്റ് പ്രൈസ് 100-ൽ നിന്നും 30% കുറഞ്ഞാൽ എത്ര ആവും? പുതിയ കോസ്റ്റ് പ്രൈസ് 70 ആവും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഓഫ് 20%. അപ്പോൾ 70-ൻ്റെ 20%. അപ്പോൾ ഇതാണ് പുതിയ കോസ്റ്റ് പ്രൈസ്. അവിടെ 20% എന്താണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ 20% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 70-ൻ്റെ 20% 14 അപ്പോൾ 84 ആയിരിക്കും പുതിയ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ 100 എടുത്തതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് 100 എന്നും ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ് 82 എന്നും എടുത്തുകൊണ്ട് എത്രയാണ് കൂടിയത്? 2 യൂണിറ്റ് ആണ് കൂടിയത്. അപ്പോൾ ഈ 2ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്ര? ഇൻക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് 144. 2ൻ്റെ വാല്യൂ 144 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്രയാണ്? 72 ആണ്. 72 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എല്ലാ യൂണിറ്റിനെ. നമുക്ക് എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്? ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 82 യൂണിറ്റാണ്. 82 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 82 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 82 ഗുണം 72. ഇപ്പോൾ 2 ഗുണം 2 4 അവസാനിക്കും. നിങ്ങൾ ഓപ്ഷൻ ഉണ്ട്, എയും അല്ല ബിയും അല്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഡിഗ്രി സമ്മ 7 2 9. 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതുണ്ട്. ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 7 2 9. 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ സി 9ൻ്റെ മൾട്ടിപ്പിളും ആണ്. യൂണിറ്റ് ഡീറ്റ് എന്താണ്? 4 ആണ്. അപ്പോൾ 5904 രൂപയാണ് എന്ത്? ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഈ വഴി തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, ആ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ സെൽസ് ആൻ ഒബ്ജക്റ്റ് അറ്റ് 10% ലോസ് if he purchase it 20% less and sells it 55 rupees more, he get 40% profit. What is കോസ്റ്റ് പ്രൈസ്? ഇനിഷ്യൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. ഇനിഷ്യൽ 100 എടുക്കുക, എന്നിട്ട് ബാക്കി നേരത്തെ ചെയ്ത് അതേ മാതിരി ചെയ്യുക. എന്നിട്ട് 100ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ 250 രൂപ എന്ന് കിട്ടും. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ തീർക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ. അത് 2 ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഷോപ്കീപ്പർ sells an object at 20% profit if he reduce cost price and selling price by
100 രൂപ. രണ്ടും എന്ത് ചെയ്യണം? 100 വെച്ച് കുറയ്ക്കുകയാണ്. ഇത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ക്വസ്റ്റൻ ആണ്. എല്ലാവരും ചെയ്യത്തില്ല ഈ ക്വസ്റ്റൻ, കുറേ പേര് കണ്ടിട്ട് പോലും ഇല്ല. 100 രൂപ. ദെൻ ഹിസ് പ്രോഫിറ്റ് ഇൻക്രീസ് ബൈ എത്രയാണ്? 4%. ദെൻ വാട്ട് ഈസ് കോസ്റ്റ് പ്രൈസ്? ഇനിഷ്യൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഷോപ്പ് കീപ്പർ ഒരു ഒബ്ജക്റ്റ് 20% പ്രോഫിറ്റിന് വിൽക്കുന്നു. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേഷ്യോ നമുക്ക് എഴുതാം. കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ എഴുതാം. എന്ത് കിട്ടും? 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 6 വിൽക്കുന്നത്. അത് നമ്മൾ എഴുതി. ഓക്കെ, അത് കുഴപ്പമില്ല. രണ്ടാമത്തെ കേസിൽ ഇഫ് ഹി റെഡ്യൂസ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ബൈ 100, അത് അവിടെ നിൽക്കട്ടെ. ഒറിജിനൽ വാല്യൂ നമ്മൾ അവസാനം നോക്കിയാൽ മതി. ഹിസ് പ്രോഫിറ്റ് ഇൻക്രീസസ് ബൈ 4%. ഇതിൻ്റെ അർത്ഥം ഇൻക്രീസസ് ബൈ 4% എന്ന് പറഞ്ഞാൽ നേരത്തെ 20% ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? 4 കൂടി 24% പ്രോഫിറ്റായി. 24% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 വെച്ച് കിട്ടുമ്പോൾ 4% 1/25. 24% എന്ന് പറഞ്ഞാൽ 4 ഗുണം 6 6/25 ആണ് കേട്ടോ. 24% എന്ന് പറഞ്ഞാൽ 24/100. ഞാൻ പെർസെൻറ്റേജിൽ പറഞ്ഞിട്ടില്ല. അതായത് 25 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 6 പ്രോഫിറ്റ്. അങ്ങനെ 31 സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇഫ് ഹി റെഡ്യൂസ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ബൈ 100 രൂപ. അപ്പോൾ ഞാൻ ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. റേഷ്യോയുടെ ക്ലാസ് GDയുടെ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. 2 നമ്പേഴ്സിൽ നിന്നും നമ്മൾ ഒരേ നമ്പറാണ് കുറയ്ക്കുന്നതെങ്കിൽ, അതായത് ഇപ്പം 2 നമ്പേഴ്സിൽ നിന്നും, അതായത് ഏജിൻ്റെ കാര്യം കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെയും വേറൊരാളുടെ വയസ്സ് 10 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. 10 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ 2 10 വർഷം കുറച്ചാൽ ഒരേ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1 യൂണിറ്റാണ് ഡിഫറൻസ്. ഇവിടെ എത്രയാണ്? 6 യൂണിറ്റാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ഇത് രണ്ടിടത്തെയും ഡിഫറൻസ് സെയിം ആക്കണം. എന്തുകൊണ്ടാണ് ഡിഫറൻസ് സെയിം ആവുന്നത്? ഒരേ വാല്യൂ ആണ് രണ്ടിടത്തു നിന്നും കുറയ്ക്കുന്നത്. എത്രയായിരുന്നു ആദ്യം നമ്മളുള്ള അവരുടെ തമ്മിൽ ഡിഫറൻസ്, ഇപ്പോഴും അത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1നെ 6 ആക്കണം. 1നെ 6 ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ റേഷ്യോ മൊത്തവും ആദ്യത്തെ റേഷ്യോ മൊത്തം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നിട്ട് പുതിയ റേഷ്യോ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30ഉം ഇവിടെ 36. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. 30 36 ആയിരുന്നു ആദ്യത്തെ റേഷ്യോ. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ 25 31 ആയി. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കുറഞ്ഞു? 30 25 ആവാൻ 5 യൂണിറ്റാണ് കുറഞ്ഞത്. 36 31 ആവാനും 5 യൂണിറ്റ് കുറഞ്ഞു. ഈ 5 യൂണിറ്റിൻ്റെ വാല്യൂണ് തന്നിരിക്കുന്നത് എത്ര രൂപ? 100 രൂപ തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വരുന്നത്? വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 യൂണിറ്റാണ്. ഇതിപ്പം ന്യൂ ഇതാണ് കേട്ടോ. കോസ്റ്റ് പ്രൈസ് എത്ര ആയിരുന്നു? 30 ആയിരുന്നു. അപ്പോൾ 5ൻ്റെ വാല്യൂ ആണ് 100. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം എന്ന് വെച്ചാൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ഗുണം 20 എത്രയാണ്? 600 രൂപ. 600 രൂപയായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിലും എളുപ്പമുള്ള ഒരു വഴിയില്ല. ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബെസ്റ്റ് മെത്തേഡുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഈ 4 ക്ലാസ്സിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് എഴുതേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ മെത്തേഡ് നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോട്ട് എഴുതി നോട്ട് വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കമൻ്റായിട്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എല്ലാ ടോപ്പിക്കിൻ്റെ ഇങ്ങനെ തന്നെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയും നല്ല മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അതിന് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടായാൽ അത്രയും എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ്സുകൾ തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മുടെ ചാനൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്ദി.